ഇന്നലെ കുറച്ച് ബിരിയാണി വെച്ചപ്പോൾ അത് കുറച്ച് ബാക്കിയായി പോയി. അപ്പോൾ പിന്നെ കാകനോട് പറഞ്ഞ എന്തെങ്കിലും പൊരിക്കാൻ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ പിന്നെ കാക നല്ല ആയിക്കോറിൻ്റെ കുറച്ച് പീസ് ഉണ്ടേനി, പിന്നെ ചെമ്പല്ലിൻ്റെ കുറച്ച് പീസ് ഉണ്ടേനി. അപ്പോൾ ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് തലാണല്ലോ കൊണ്ടുവന്നത്, പൊരിക്കാൻ പറ്റൂലല്ലോ എന്ന് നോക്കിയപ്പോൾ നല്ല നല്ല പീസ് ഉണ്ട് കേട്ടോ. പക്ഷേ തലയിലാണ് നല്ല കഷ്ണങ്ങൾ ഉണ്ടാവുക. നല്ല ആയിക്കോറിൻ്റെ പീസ് ഉണ്ട്, ചെമ്പല്ലിൻ്റെ കഷ്ണങ്ങളുണ്ട്. പിന്നെ ഞാൻ അതൊക്കെ അങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചു. അതിൽ കുറച്ച് കറി വെക്കാനുള്ള പീസ് വേറെ ഉണ്ട്, പൊരിക്കാനുള്ള പീസ് വേറെ ഉണ്ട്. അപ്പോൾ ഞാനത് പൊരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കര മടിയാണ്. ഞാൻ പറഞ്ഞു കാകനോട് നിങ്ങൾ കായൊക്കെ തേച്ചോളി നിന്ന്. കായൊക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് കൊണ്ടാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര മടിയാണ്. പിന്നെ ഞാൻ നോക്കിയില്ല, ചെറിയുള്ളിയൊക്കെ ആക്കിയത് മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ടിട്ട് നന്നാക്കി ക്രഷ് ചെയ്ത് പിന്നെ അത് നന്നാക്കി കുഴച്ചൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ കാക്കാണ് അതിൽ ആ വെളിച്ചെണ്ണ കുഴച്ച് നല്ല എന്നോടൊക്കെ ഇങ്ങനെ പരത്തി വെക്കാൻ പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞു കാകനോട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് പൊരിച്ചിട്ട് കിട്ടൂല, അത് നമുക്കൊരു 4-5 വെച്ചിട്ട് പൊരിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞ കേട്ടില്ല, ഫുള്ളായിട്ട് എന്നെ കൊണ്ട് ആ ചിഞ്ചട്ടിയിൽ ഇടിപ്പിച്ച്. ഞാൻ പറഞ്ഞത് അത് മറിച്ചിടാനൊന്നും കഴിയില്ല എന്നിട്ടൊന്നും കേട്ടില്ല. അവസാനം പിന്നെ എന്ത് പറയാനാണ്, ഞാൻ പറഞ്ഞ മാതിരി തന്നെ മറിക്കാനൊന്നും കഴിയാണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്താൽ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. നമ്മൾ ബിരിയാണിൻ്റെ കൂടെ അത് ഫുള്ള് നന്നാക്കി എന്ത് ചെയ്ത് മൂടിയൊക്കെ ഇട്ട് വെച്ച് നന്നാക്കി വേവിച്ചിനി. അതിനെക്കൊണ്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടോ ഈ പരുവാക്കി പോയി. പിന്നെ നല്ല ആ കുക്കറിലിട്ടിട്ട് ചോറൊന്നും കൂടെ ചൂടാക്കി കൊണ്ടെടുത്ത് നല്ല നമ്മൾ പൊരിച്ച മീൻ അതിലും കൂടെ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിനി.